വന്യജീവി ശല്യം രൂക്ഷമായ വയനാട്ടിലേക്ക് മന്ത്രിതല സംഘം എത്തുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സന്ദർശനം. 2 ദിവസങ്ങൾക്കകം താനും എം.വി. രാജേഷും കെ രാജനും വയനാട്ടിലെത്തുമെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ 24 പറഞ്ഞത്. കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ ആദിവാസി ബാലൻ ശരത്തിന്റെ കേസ് പ്രത്യേകമായി പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ ശരത്തിന്റെ ദുരവസ്ഥ വ്യക്തമാക്കുന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഉറപ്പ്. വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് വയനാട് ജില്ല കടന്നുപോകുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് വാച്ചർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ 24-നൊപ്പം ചേരുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് വയനാട് ജില്ല ഇപ്പോൾ കടന്നുപോകുന്നത്. എന്താണ് ഈ സാഹചര്യത്തിൽ വനം വകുപ്പിന് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഈ പോളിൻ്റെ മരണം തികച്ചും ദൗർഭാഗ്യകരമാണ്. കാരണം പോള് നമ്മുടെ വനം വകുപ്പിലെ ഒരു ജോലിക്കാരൻ കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഒരാളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും ആ വീട്ടുകാരുടെ സങ്കടം പോലെ തന്നെ ഞങ്ങൾക്കും ആ കാര്യത്തിൽ സങ്കടമുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ കുടുംബത്തിന് ആശ്വാസ നടപടികൾ എത്തിക്കുക എന്നുള്ളത്. ആ കാര്യത്തിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിരിക്കും മുൻഗണന നൽകുക. കൂടാതെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനപ്രതിനിധികളുടെ ഒരു യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു കൂട്ടിയിരിക്കുന്നു. നല്ല ആരോഗ്യകരമായ ചർച്ചയാണ് അവിടെ നടന്നിട്ടുള്ളത്. പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ വയനാട് ജില്ലയിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. പോളിൻ്റെ കുടുംബം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നത് ചികിത്സ വൈകി. പ്രത്യേകിച്ചും മാനന്തവാടി ആശുപത്രിയിൽ ഒരുപാട് സമയം അവിടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു ചികിത്സ നൽകി എന്നതിനപ്പുറം മറ്റ് സൗകര്യങ്ങളൊന്നുമില്ലാത്ത മാനന്തവാടി പോലത്തെ ഒരു ആശുപത്രിയിൽ ഒരുപാട് സമയം പോളിനെ കിടത്തിയെന്ന ഒരു ആരോപണം, ചികിത്സ വൈകിപ്പിച്ചു എന്ന ഒരു ആരോപണമാണ് കുടുംബം ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിലെന്താണ് മിനിസ്റ്റർക്ക് പറയാനുള്ളത്? അതിൽ മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. ഞങ്ങൾക്ക് പ്രാഥമികമായി ലഭിച്ച വിവരമനുസരിച്ച് അങ്ങനെ ഒരു മനഃപൂർവ്വമായ ഒരു വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ്. പക്ഷേ കുടുംബം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഞങ്ങളായിട്ടൊരു നിഗമനത്തിലെത്തേണ്ട, അതിനൊരു പരിശോധന നടത്തേണ്ട കാര്യം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ പാക്കത്ത് തന്നെ ഒരു 16 വയസ്സുകാരൻ 2 ആഴ്ച മുൻപ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ചികിത്സ നൽകി. പക്ഷേ യാതൊരു തരത്തിലുള്ളൊരു ധനസഹായവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ചികിത്സാ ചിലവെല്ലാം പ്രത്യേകിച്ച് കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ഈ കുട്ടിയാണ്. അപ്പം സർക്കാർ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, എന്താണെന്ന് പ്രത്യേകം പരിശോധിക്കുന്നതാണ്. അല്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് എന്താ ചെയ്യാൻ കഴിയാന്നുള്ളത് നമുക്ക് ആലോചിക്കണം. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ വനംവകുപ്പ് മന്ത്രിയുടെ പ്രതികരണം ഇതാണ്. വയനാട് ജില്ലയ്ക്ക് പ്രത്യേക പരിഗണന നൽകി തന്നെ മന്ത്രിതല സംഘം വയനാട്ടിലേക്ക് അടുത്ത ദിവസം തന്നെ എത്തും എന്നാണ് മിനിസ്റ്റർ അറിയിച്ചിട്ടുള്ളത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24. വനമന്ത്രിയുമായി സംസാരിച്ച മിഥില ബാലൻ ഇപ്പോൾ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മിഥില ബാലൻ. മിഥില, യഥാർത്ഥത്തിൽ ഈ ശരത്തിൻ്റെ കാര്യം മന്ത്രി എന്തായാലും ഈ ചികിത്സാ കാര്യം ശ്രദ്ധിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ്കാൻ. തീർച്ചയായും നമ്മൾ കൊണ്ടുവന്ന വാർത്ത ശരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണന തന്നെ വനംവകുപ്പ് എടുക്കുന്നുണ്ട്. മാത്രമല്ല, എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുക എന്നതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊന്നിപ്പോൾ നമ്മൾ മന്ത്രിയുടെ വാക്കുകൾ കേട്ടു. കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് വയനാട് ജില്ല കടന്നു പോകുന്നത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ ജനങ്ങൾക്ക് സ്വസ്ഥമായ ഒരു ജീവിതമുണ്ടാകാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിതല സംഘം ഉടൻ തന്നെ 2 ദിവസത്തിനകം തന്നെ വയനാട്ടിലേക്ക് തിരിക്കും. റവന്യൂ മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഒപ്പം തന്നെ വനംവകുപ്പ് മന്ത്രി, ഈ 3 മന്ത്രിമാരുടെ നേതൃത്വത്തിലായിരിക്കും ഉന്നതതല സംഘം വയനാട്ടിലെത്തുക. തുടർന്ന് കലക്ട്രേറ്റിൽ യോഗം ചേരും. വയനാട്ടിൽ എന്താണ് ചെയ്യേണ്ടത്, അതായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവിടെ സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ എന്താണോ ചെയ്യാൻ കഴിയുക അക്കാര്യങ്ങളെല്ലാം ചെയ്യും എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇന്നലെ പോളിൻ്റെ കുടുംബം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം കൃത്യമായി ചികിത്സ കിട്ടിയില്ല, ചികിത്സ വൈകിപ്പിച്ചു, മാനന്തവാടി ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നറിഞ്ഞിട്ടും ഒരുപാട് സമയം പോളിനെ അവിടെ കിടത്തി എന്നൊരു ആരോപണമായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ആരോപണം ഗൗരവമായി തന്നെ എടുക്കുന്നു. പ്രാഥമികമായി വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന ഒരു നിഗമനമാണ് വനംവകുപ്പിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്തുതന്നെയായാലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തും. മറ്റൊന്ന്, ഇപ്പോൾ നിലവിൽ ഹർത്താൽ നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഹർത്താലിനെ അനുകൂലിച്ചുകൊണ്ടാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ജനങ്ങളുടെ ഒരു പ്രതിഷേധം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹർത്താൽ അവിടെ നടക്കേണ്ടതാണ്. അതിന് താൻ ഒരിക്കലും തള്ളി പറയുന്നില്ല. അതേസമയം തന്നെ വയനാട്ടിലെ സ്ഥിതിവിശേഷം അസാധാരണമായ ഒരു സാഹചര്യമല്ല വയനാട്ടിലുള്ളത്. കലുഷിതമായ ഒരു അന്തരീക്ഷം തന്നെയാണുള്ളത്.
അത് ജനങ്ങളുടെ മനസമാധാനം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ കാട്ടാന ദൗത്യം നമുക്കറിയാം ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ഇന്ന് തന്നെ ആനയെ മയക്കുവെടി വെക്കും എന്ന ഒരു ശുഭപ്രതീക്ഷയാണ് മന്ത്രി പങ്കുവച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും മന്ത്രിതല സംഘം 2 ദിവസത്തിനകം വയനാട്ടിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ ഒരു ശുഭവാർത്ത അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് വനം മന്ത്രി പങ്കുവെക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു മിഥില ബാൽ. എന്തായാലും ശരത്തിൻ്റെ കാര്യത്തിൽ മന്ത്രിയുടെ ശ്രദ്ധ ഉണ്ടായി എന്നറിയുന്നതിൽ സന്തോഷം.